അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. വോട്ടെടുപ്പിന് മുമ്പേ ഉറപ്പിച്ചതുപോലെ ലേബർ പാർട്ടി ബ്രിട്ടന്റെ ഭരണത്തിലേക്ക്. The change begins right here because this is your democracy, your community and your future. മാറ്റമാണ് ബ്രിട്ടീഷ് ജനത ആഗ്രഹിച്ചത്. ഭരണവിരുദ്ധ വികാരവും സാമ്പത്തിക രംഗത്തെ പരിമിതികളും ടോറികൾക്ക് വിനയായി. ബ്രെക്സിറ്റിന്റെ ഗുണഫലങ്ങൾ എവിടെയെന്ന് ചോദിച്ച ജനതയ്ക്ക് കൃത്യമായ ഉത്തരം നൽകാനുമായില്ല. ഋഷി സുനകിന്റെ അവസാനവട്ട രക്ഷാപ്രവർത്തനവും ജനഹിതത്തെ സ്വാധീനിച്ചില്ല. അടുത്ത ചോയ്സായി വോട്ട് വീണത് ലേബർ പാർട്ടിയുടെ പെട്ടിയിൽ. ശക്തി കേന്ദ്രങ്ങളിലടക്കം ടോറികൾക്ക് പിഴച്ചു. അതിശയപ്പിറവിയായി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെത്തിയ ഇന്ത്യൻ വംശജൻ ഋഷി സുനക് പാതിഭാരമുണ്ടാകില്ലെന്ന ഉറപ്പും സാമ്പത്തിക മേഖലയിലെ അടക്കം അടിമുടി പരിഷ്കാരങ്ങളുമാണ് ലേബർ പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ. കുടിയേറ്റ വിഷയത്തിലെ തുടർ തീരുമാനങ്ങളും ലോകം ഉറ്റുനോക്കുന്നു. ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ലേബർ പാർട്ടിയുടെ നയങ്ങൾ എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നും കണ്ടറിയാം. മുൻപോട്ട് വരുന്ന ലേബർ പാർട്ടി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുക എന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം അതിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ വംശജരായ പ്രതിനിധികൾ പലരും ഇത്തവണയും ജയിച്ചെങ്കിലും ഒരു വിജയം മലയാളികൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്ന് ലേബർ പാർട്ടി പ്രതിനിധിയായി ജയിച്ചത് കോട്ടയംകാരനായ ആരോഗ്യ പ്രവർത്തകൻ സോജൻ ജോസഫ്. ഋഷി സുനക് നോർത്തേൺ ഇംഗ്ലണ്ടിലെ സീറ്റ് നിലനിർത്തിയപ്പോൾ ശിവാനി രാജയും കനിഷ്ക നാരായണനും അടക്കമുള്ള ഇന്ത്യൻ വംശജരും ജയിച്ചു കയറി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.